ഹായ് ഹലോ, നമ്മളിപ്പോൾ വുഡെക്സ് പ്ലൈ ആൻഡ് ബോർഡ്സിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ മില്ലറിൻ്റെ ഏറ്റവും പുതിയ മെഷീൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പരിചയപ്പെടാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. വാ നമുക്ക് പരിചയം. ഈ ഫ്രണ്ട് മൂവിങ് എന്ന് പറയുന്ന ന്യൂ മെത്തേഡ് ഈ പ്രൊഡക്ഷനിലും ക്വാളിറ്റിയിലും മറ്റ് നോർമൽ മെഷീൻസിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്? മറ്റുള്ള മെഷീനിൽ ഈ മെഷീന്റെ ബെഡാണ്. ഈ ബെഡാണ് മറ്റുള്ള മെഷീനിൽ മൂവ് ചെയ്യണത്. സാധാരണ മറ്റുള്ള മെഷീനിൽ അപ്പൊ സ്വാഭാവികമായും ഈ നൈഫ് മൂവ് ചെയ്യാണ്. ഈ മൂവ് ചെയ്യണ നൈഫിലേക്കാണ് മരം പോയിട്ട് പീൽ ചെയ്യണത്. ഇതിന്റെ കേസിനകത്ത് ഈ ഒരു സൈഡാണ് മൂവ് ചെയ്യണത്, ഫ്രണ്ട് മൂവ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിന് നല്ല വെയിറ്റ് ആണ് ഈ ബെഡിന്. സ്വാഭാവികമായിട്ട് ഈ ബെഡ് മൂവ് ചെയ്യുമ്പോൾ ഒരു ജെർക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ കേസിനകത്ത് ഇതിന് താരതമ്യേന വെയിറ്റ് കുറവാണ്. അത് മാത്രമല്ല, 6 ജാക്കി വെച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം. ഈ സൈഡിൽ 3 ജാക്കി, അപ്പുറ സൈഡിൽ 3 ജാക്കി. അപ്പൊ ഈ 6 ജാക്കി വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യണ കാരണോണ്ട് ഇത് ഒരിക്കലും ജെർക്കിയില്ല. അപ്പൊ ഈ നൈഫ് ഇത് അനങ്ങാതെ ഇരിക്കണ കാരണം കൊണ്ട് ഒരു ഈവൻ ആയിട്ടുള്ള തിക്നെസ് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്, ചാൻസ് കൂടുതലാണ്. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഫ്രണ്ട് മൂവിങ്ങിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ 2 സൈഡിലും നമ്മൾ സ്ക്രൂ 90 mm ഹെവി സ്ക്രൂ ആണ് കൊടുത്തേക്കണത്. അത് കൂടാതെ അതിന്റെ താഴെ 80 mm 3-6 ജാക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഈ താരതമ്യേന ഈ വെയിറ്റ് കുറവുള്ള ഈ ഫ്രണ്ട് മാത്രം മൂവ് ചെയ്യണത് കൊണ്ട് ജെർക്കിങ് ഉള്ള ചാൻസ് ഇല്ല. ഈ മെഷീന്റെ സ്പീഡിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് R97 ഗിയർ ബോക്സ് ആണ്. ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ളതാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 20 HP സെർവോ മോട്ടർ നമ്മൾ ഇത് മോട്ടർ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഇത് സ്പീഡിൽ നമ്മൾ 100 സ്പീഡിൽ ഓടിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് നമ്മൾ പറയണം. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 3 ജാക്കി, അപ്പുറത്തെ സൈഡിൽ 3-6 ജാക്ക് ഉണ്ട്, 90 mm സ്ക്രൂ ഉണ്ട് അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. സ്വാഭാവികമായിട്ടും ഹെവി ആയിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് മെഷീൻ. അതുകൊണ്ട് 100 സ്പീഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റാം. സർ, ഇതൊരു ഓട്ടോമാറ്റിക് വുഡ് ലോഡർ ആണല്ലോ. ഇതെങ്ങനെയാ വർക്ക് ചെയ്യണത്? എങ്ങനെയാ ഇത് ഡിപ്പാർക്കർ ആണ്. ഈ ഡിപ്പാർക്കറിൽ നിന്ന് സ്കിന്ന് റിമൂവ് ചെയ്ത് തടി ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പറേറ്റർക്ക് തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഇവിടെ വേറെ ആളുകളുടെ ആവശ്യമില്ല. ഈ ഓപ്പറേറ്റർക്ക് തന്നെ ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ ആൾക്ക് പീൽ ചെയ്യാൻ പറ്റും. അപ്പൊ പീൽ ചെയ്ത് പിന്നെ പുറത്തേക്ക് ഔട്ട് പോകാനുള്ളൂ. ആളുകളുടെ ആവശ്യം വന്നില്ല. ഒറ്റൊരാളെ കൊണ്ട് ഈ പരിപാടിയൊക്കെ തീരും. അതെ, ഒറ്റ ആളുകളും കൊണ്ട് തീരും. സർ, ഇതിന് എത്ര ബെയറിംഗ് യൂസ് ചെയ്യുന്നുണ്ട്? ഇത് 6 ബെയറിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. നോർമലി എല്ലാ മെഷീനും 8 ബെയറിംഗ് ആണ് വേണ്ടത്. നമ്മുടെ കുറച്ചുകൂടെ ഹെവി ആയിട്ട് 6 ബെയറിംഗ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഈ പീലിംഗ് മെഷീൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആണ് ഈ എപ്പോഴും ബെയറിംഗ് പോകുന്നില്ല. അപ്പം നമ്മൾ 2 ഇയർ വാറണ്ടിയിലാണ് ഈ മെഷീൻ കൊടുക്കുന്നത്. അത് ബെയറിംഗ് സഹിതം നമ്മൾ മാറ്റി കൊടുക്കും. ബെയറിംഗ് പോയാലും 2 ഇയറിലേക്ക് നമ്മളത് മാറ്റി കൊടുക്കും. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഈ മെഷീൻ കൊണ്ടുള്ള ഒരു മാൻ പവർ കുറക്കുക എന്നുള്ളതാണ്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, അവിടുന്ന് ഒരാളുടെ ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വുഡ് ലോഡറിൽ വുഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരും. ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ഈ ഓപ്പറേറ്റർ മാത്രം മതി. ഓപ്പറേറ്റർക്ക് ഇത് സുഖമായിട്ട് ഫീൽ ചെയ്യാം. മാൻ പവർ കുറയ്ക്കാം, ആൾക്കാർക്ക് കുറയ്ക്കാൻ പറ്റും നമുക്ക്. അതാണ് സംഭവം, അഡ്വാൻറ്റേജ്. പിന്നെ ഈ മെഷീന്റെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഇതിന് കൺവെയർ മാറ്റ് ഇല്ല. കൺവെയർ മാറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്തേക്കണ മാറ്റില്ല. അത് ഞാൻ കാണിച്ചു തരാം. സർ, ഈ ബാക്കിലെ കൺവെയർ മാറ്റ് ഇല്ലാത്തതിന്റെ ഗുണങ്ങൾ എന്താ? ഈ കൺവെയർ മാറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇത് പ്രൊഡക്ഷനെ ബാധിക്കും. കാരണം ഇതിന് 2 ഷാഫ്റ്റ് ഉണ്ട്, ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് 2 ഷാഫ്റ്റ് ഉണ്ട്. പിന്നെ അതിൽ ബെയറിങ്സും ഉണ്ട്. ഫിക്സഡ് മാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാനുള്ള ഒരു പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അതിന് ഗ്രീസ് അടിക്കണം, അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ പ്രൊഡക്ഷനെ ബാധിക്കാതിരിക്കാം എന്നുള്ള ചിന്തയിൽ നിന്നാണ്
ഇങ്ങനെ ഒരു മാറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഈ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. ഇപ്പൊ ഈ മെഷീനിൽ ഇപ്പൊ മാറ്റ് ഇല്ല, കൺവെയർ മാറ്റ് ഇല്ല. അപ്പൊ വന്ന വിനിയർ എക്സ്റ്റേണൽ കൺവെയറിൽ കളക്ട് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് വരാണ്. അപ്പൊ നോർമലി അല്ലെങ്കിൽ ഇത് നീങ്ങി പോകും, അല്ലെങ്കിൽ ഇത് ബയറിംഗ് ഡാമേജ് ആവാനുള്ള പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്. പിന്നെ ഇത് ഈ മാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ നോർമലി ഇത് അങ്ങനെ വരുമ്പോൾ ഇത് ഡാമേജ് ആയി പോകും. മാറ്റ് നമുക്ക് ചേഞ്ച് ചെയ്താണ്ടായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ രണ്ട് സൈഡിലും ഈ 4 സൈഡിലും ബെയറിംഗ് വരാണല്ലോ. അപ്പൊ ഈ ബെയറിംഗിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ അതും ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇത് ഒഴിവാക്കുന്നതിലൂടെ ആ ഒരു പ്രോബ്ലം തന്നെ നമ്മൾ സോൾവ് ചെയ്തേക്കാണ് ഇപ്പം. അപ്പൊ നമ്മുടെ അടുത്ത് ഈ കൺവെയർ മാറ്റ് ഇല്ല, നമ്മുടെ മെഷീനിൽ കൺവെയർ മാറ്റ് ഇല്ല. പകരം എക്സ്റ്റേണൽ കൺവെയർ നമ്മൾ വിനിയർ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ് ഇതിനകത്ത്. ഇതാണ് അതൊരു വലിയൊരു ചേഞ്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. പക്ഷെ കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് ഉറപ്പാണ് നൽകുന്നത്? 2 ഇയർ സമ്പൂർണ്ണ വാറണ്ടിയാണ്. അത് പാർട്സ് സഹിതം സർവീസാണ്. അതായത് ഈവൻ റോളറിന്റെ ബെയറിംഗ് പോയാൽ പോലും നമ്മളത് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കും. മെഷീൻസ് അത്ര ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. ഇതിനോടകം തന്നെ ഒരു വലിയ മാർക്കറ്റിംഗ് ഹൈപ്പ് എംഎൽആറിന് ലഭിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇന്ത്യ വുഡ് എക്സിബിഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ നോർത്ത് ഇന്ത്യയിൽ നല്ലൊരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ സെയിൽസ് ആൻഡ് സർവീസ് അവൈലബിൾ ആണ് ഇപ്പോൾ. അത് കൂടാതെ കെനിയയിൽ നടന്ന എക്സിബിഷനിൽ ലാസ്റ്റ് ടൈം നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയിലും പിന്നെ കൂടാതെ റഷ്യയിലും മലേഷ്യ പിന്നെ ഇന്തോനേഷ്യയിൽ ഒക്കെ നമുക്ക് മെഷീൻ നമുക്ക് വിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഭാവിയിലേക്ക് നല്ല രീതിയിൽ ഓൾ എല്ലാ സ്ഥലത്തും സെയിൽ ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം. വലിയൊരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് അറിയപ്പെടട്ടെ ഭാവിയിൽ. താങ്ക് യു. എല്ലാവിധ ആശംസകളും. ഓക്കെ.